ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ പുതിയ ചാനൽ. ഐ ആം ഫ്രം കാസർഗോഡ്. ഞങ്ങൾ കാസർഗോഡ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ചാനലത്തെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫിൽ രാവിലെ എണീച്ചിട്ട് ആദ്യം തന്നെ ഡ്രസ്സെല്ലാം നനയ്ക്കാനിട്ട്, പിന്നെ കൊട്ടിലേക്ക് പോയിട്ട് 2 ജനലത്തെ കർട്ടനെല്ലാം നീക്കിയിട്ട് ബാലെല്ലാം തുറക്കുന്ന കുഞ്ഞി പെണിച്ചത് കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ ബാലെല്ലാം തുറന്ന് മുറ്റടിക്കാനായിട്ട് പോയി. ഫുള്ളൊക്കെ തന്നെ ഉണ്ട്. സ്റ്റെപ്പിലിരുന്നിട്ട് മുറ്റടിക്കുന്നതിനെല്ലാം നോക്കുന്നുണ്ട്. കാറുണ്ടോണ്ട് തന്നെ ഫുള്ളടിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ചുറ്റുമായിട്ട് അടിച്ചിട്ട് ഫുള്ള് എടുക്കുന്നത്. പിന്നെ മുറ്റത്ത് കുറച്ച് തെങ്ങുന്ന് വീണ ഓലെല്ലാം ഉണ്ടായിന്. കുറച്ചൊന്നല്ല, ഒന്നുണ്ടായിന്. അങ്ങനെ അതിനെല്ലാം വലിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറമിട്ട് എന്ത് പണിയെടുക്കുമ്പോൾ ഫുള്ളൊക്കെ തന്നെ വരുന്നു ബാക്ക് തന്നെ. അങ്ങനെ വെള്ളമില്ലായിട്ട് മോട്ടർ ഇടാൻ പോയി. മോട്ടറെല്ലാം ഇട്ടിട്ട് വന്ന് തിരിച്ചിട്ട് മോളെ പല്ല് തേപ്പിക്കാനും വേണ്ടിയിട്ട് ബ്രഷിൽ കോൾഗേറ്റെല്ലാം എടുത്തിട്ട് പല്ലെല്ലാം തേച്ച് അങ്ങനെ കാലത്ത് അപ്പത്തിൻ്റെ പണിക്ക് പോയി. അപ്പം ദോശയും കോഴിക്കറിയും ഉണ്ടായത്. തിന്നുന്ന പണിയെല്ലാം കഴിഞ്ഞ് അതിന് ക്ലീനിങ്, ഗ്യാസ് സീറ്റ് എല്ലാം വൃത്തിയാക്കുന്ന പണി. ദോശ ചുട്ടെങ്കിൽ ഫുള്ള് പെരുങ്ങുന്ന ഗ്യാസെല്ലാം. നീർദോശ, അങ്ങോട്ടുള്ള നീർദോശ എന്ന് പറയുന്നത്, നമ്മളിവിടെ ദോശ തന്നെയെന്ന് പറയുന്നത്. ദോശയെന്ന് പറയുന്നത് കാസർഗോഡിൽ. അല്ലെങ്കിലും കിച്ചന് ക്ലീൻ ആക്കാനുണ്ടാന്ന്. പക്ഷെ ദോശ ചുട്ടെങ്കിലോ വേറെ പണി ക്ലീൻ ആക്കാൻ. ഫുള്ളാടെ തെറിച്ചിട്ടെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അതിന് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു സിങ്കിൽ. പാത്രം എല്ലാം കയറ്റിയെടുക്കുന്നത്. രാവിലെ എപ്പോഴും പാത്രം ഉണ്ടാകുന്നു. വേറെ ടൈമിൽ ഇത്ര പാത്രം ഉണ്ടാകുന്നില്ല. രാവിലെ എല്ലാം ക്ലീനാക്കി ഒരുക്കി പിടിച്ച് ആകുമ്പോൾ കുറേ പാത്രം ഉണ്ടാകുന്നു. ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫല്ലേ. പിന്നെ ഇൻഷാ അല്ലാഹ് ശരിയാക്കാം. എന്നോട് കഴിയുന്ന പോലെയെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. പിള്ളേരുണ്ട്, പിന്നെ പിള്ളേരെ ഇതാക്കണോ ശരിയാക്കണം നോക്കണം. പിന്നെ ഓരോ ടീമെല്ലാം ഒത്തുവരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാത്രം നല്ല പണി കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിൽ വിരിക്കാനും കൊട്ടാനും തട്ടാനെല്ലാം ഉണ്ടായിന്. ബെഡെല്ലാം തട്ടി വിരിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. കാസർഗോഡുകാർക്കെല്ലാം മനസ്സിലാവും. പുറത്തുള്ളവർക്ക് ഇപ്പോഴെല്ലാം കുറേ മനസ്സിലാവുന്നു, മുമ്പത്തെ പോലെ അല്ല. ഇപ്പോൾ കുറേ ബ്ലോഗേഴ്സും ചാനൽസെല്ലാം ഉണ്ടല്ലോ, കുറേ കാസർഗോഡ് തന്നെ. അതുകൊണ്ട് ഇപ്പോൾ കുറേ എല്ലാം മനസ്സിലാകുന്നുണ്ടാവും. എന്നിട്ട് റൂമെല്ലാം ഫുള്ള് അടിച്ച് വാരിയിട്ട് എടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് അപ്പുറത്തെ റൂം വിരിച്ച്, അപ്പുറത്തെ റൂമിൽ ഫുള്ള് പിള്ളേർ കളിപ്പാട്ടം എല്ലാം കയറിയിട്ടുണ്ടായിന്. വിരിച്ചിട്ടായിട്ട് കളിക്കുന്ന എല്ലാം എടുത്തിട്ട് ബക്കാലിട്ട് എല്ലാം പറക്കിയിട്ട് വെക്കുന്ന, അതിൻ്റെ കവറിൽ തന്നെ ഇട്ടിട്ട് ബക്കാലിട്ട് കളിക്കുന്ന. അങ്ങനെ എല്ലാം എടുത്തിട്ട് അതിൻ്റെ കവറിൽ തന്നെ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടായിട്ട് ആ റൂം ഫുള്ള് അടിച്ച് വാരിയെടുത്ത് അതിൻ്റെ ഇടയിൽ പോയിട്ട് മിഷീലത്തെ തുണി ഓമ്പിയിട്ടും ഉണക്കിയിട്ടെല്ലാം ആയിട്ടുണ്ടായിന്. അത് ആർത്തിട്ടാനിട്ട് പുറത്തേക്ക് പോയി തുണിയെല്ലാം ആർത്തിടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു പരിപാടി ഉണ്ടായിന്. അതിൻ്റെ ക്ലിപ്പൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാണ്.
അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ആ പരിപാടിൻ്റെ അടുത്ത് ഞങ്ങൾ കഴിച്ച്. ഞങ്ങൾ അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയുള്ള പുര കുടിയാണ് ഉണ്ടായത്. ഇതിപ്പോൾ രാത്രിയൊക്കെയുള്ള കറി വെക്കുന്നുണ്ടത്. കല്ലിൽ അരി അരക്കാനിട്ടിട്ടുണ്ടായിന് കടുമ്പിനും വേണ്ടിയിട്ട്, കടുമ്പ് ചൂടാൻ. കുക്കറിൽ ഗ്രീൻ ബീൻസ് വെച്ചിട്ടുണ്ടായ ഗ്രീൻ ബീൻസ് കറി വെക്കാത്ത ഗ്രീൻ ബീൻസിൻ്റെ കറി കുക്കറിൽ കൂക്കുന്നുണ്ടത്. കടുമ്പിന് അങ്ങനെ അരച്ചിട്ടെല്ലാം എടുത്ത് കടുമ്പ് ചൂടാനും വേണ്ടിയിട്ട് പുട്ട് പുതുക്കാൻ ചെയ്യുന്നത്. അടുപ്പിൽ ചട്ടിയെല്ലാം വെച്ചിട്ട് പുതുക്കാൻ ചെയ്യുന്നുണ്ടത്. അതിൻ്റെ ഇടയിൽ പിള്ളേരെ കുറേ കൗജിയെല്ലാം കഴിഞ്ഞ് കടുമ്പിന് പുട്ട് പുതുക്കിക്കോന്നുണ്ട്. പുതുക്കിയിട്ടാവാനായി. പുതുക്കിയിട്ടായിട്ട് അപ്പച്ചട്ടി എടുത്ത് അപ്പച്ചട്ടിയിൽ കടുമ്പ് വെക്കുന്നത്. കുറച്ച് വെള്ളം അടിച്ചിട്ട് കൊണ്ടുവന്നതിൽ ആവി കയറ്റാനും വേണ്ടിയിട്ട്. കാസർഗോട്ടുകാർക്കുള്ള കടുമ്പ് വെച്ചില്ലെങ്കിൽ അറിയും എങ്ങനെ വെക്കുന്നതെന്നല്ലോ. പുട്ടിന് നല്ല പാങ്ങളൊക്കെ ഒഴിച്ചിട്ട് റൗണ്ട് ഷേപ്പാക്കിയിട്ട് വെക്കുന്നത്. അത് കടുമ്പ് ആവി കയറ്റാനും വേണ്ടിയിട്ട് പുട്ട്. തേങ്ങ ചേർക്കുന്നുണ്ട്. കറിക്കിടാനും വേണ്ടി തേങ്ങ ചേർക്കുന്നത്. ഗ്രീൻ ബീൻസിൻ്റെ കറി. ഗ്രീൻ ബീൻസ് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളകെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് തേങ്ങ ഇടുന്നത്. പച്ചക്കറിക്കെല്ലാം തേങ്ങ ഇടുന്നില്ലേ, അങ്ങനെ കുറച്ച് തേങ്ങ ഇടുന്നത് കറിയിലേക്ക്. അങ്ങനത്തെ ഒരു കറി ഇത്. അതിന് വേണ്ടി തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർച്ചിട്ടായി. കറിയൊന്ന് നോക്കി വന്നിട്ട് അപ്പം ഗ്യാസിൽ തന്നെ ഉണ്ട്. കടുമ്പപ്പം അല്ലേ, അപ്പം അത് വേവാൻ 10-15 മിനിറ്റ് എടുക്കുന്നത്. അതുകൊണ്ടത് ഗ്യാസിൽ തന്നെ ഉണ്ട്. ടൈമായിട്ടാ. പിന്നെ കറിക്ക് താളിച്ചിട്ട് ഒഴിക്കാനുണ്ട്. അതിന് ഞങ്ങളുടെ തൂമ്പിക്കുന്നതെന്ന് പറയുന്നത്, താളിച്ചിട്ട് ഒഴിക്കുന്നതിന്. എണ്ണയെല്ലാം വെച്ചിട്ട് കടുക്, വെളുത്തുള്ളി, കറിച്ചപ്പരെല്ലാം ഇട്ടിട്ട് താളിച്ചിട്ട് ഒഴിക്കുന്നത് കറിക്ക്. അങ്ങനെ താളിച്ചിട്ട് ഒഴിച്ചിട്ട് കുക്കറടിച്ചിട്ട് വെക്കുന്നുണ്ട്. അതെല്ലാമായി. അതിന് കുറച്ച് ക്ലീനിങ്ങിൻ്റെ പണിയുണ്ട്. പുട്ട് കുറച്ച് ബാക്കിയുണ്ട്. അതിന് ഫ്രിഡ്ജിലെല്ലാം കൊണ്ടുവച്ച്. സീറ്റെല്ലാം ഫുള്ള് അങ്ങനെ തോർത്തിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ള് വീഡിയോ എടുത്തിട്ടാണ്. ഞാൻ ഇതുവരെ തന്നെ വീഡിയോ എടുത്തിന്. സാഹചര്യം കൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സീ യു.